കേരളത്തിൽ നടക്കുന്ന ദേശീയപാത വികസനത്തിൻ്റെ പുതിയൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മൾ ചെർക്കള ടൗണിൽ നിന്നുള്ള ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. ചെർക്കള ടൗണിലെ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെർക്കള ടൗണിൽ നിന്നും ഫ്ലൈ ഓവറിലേക്കുള്ള ഒരു ആക്സസിൻ്റെ വർക്ക് നിലവിൽ നടക്കുകയാണ്. ടോട്ടൽ 6 സ്പാനാണ് അതിലുള്ളത്. ഏകദേശം 5 സ്പാനിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു സ്പാനിൻ്റെ വർക്ക് മാത്രമാണ് പുരോഗമിക്കാൻ ബാക്കിയുള്ളത്. നമ്മൾ ഈ കാണുന്ന ദൃശ്യം ചെർക്കള ടൗണിൽ വരുന്ന ഫ്ലൈ ഓവറിൻ്റെ ഒരു വശത്തുള്ള വർക്ക് പൂർണ്ണമായിട്ടും മുകളിലുള്ള കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. മറുവശത്തെ സ്പാനിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പില്ലറിൻ്റെ വർക്ക് കഴിഞ്ഞ് പിയർ ഗ്യാപ്പിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഗേഡറുകൾ മുകളിൽ വെക്കാനുള്ള വർക്ക് മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. അത് കഴിഞ്ഞ് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് നിലവിൽ വെറ്റ് മിക്സ് അടിച്ച് വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ചെർക്കള സെൻട്രൽ സ്കൂളിൻ്റെ ഭാഗത്തുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇരുവശത്തോട്ടും വിദ്യാർത്ഥികൾക്കായി കിടക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ആക്സസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ആളുകൾക്ക് മാത്രമാണ് കടന്നു പോകാൻ സാധിക്കുക, വാഹനങ്ങൾ കടന്നു പോകാൻ കഴിയില്ല. നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ റീച്ചായ തലപ്പാടി ചെങ്കള റീച്ചിലെ വർക്ക് അതിവേഗമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാസർഗോഡ് ജില്ലയിലെ 2ാമത്തെ റീച്ചിലെ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ അധികം പ്രേക്ഷകരും മൊബൈലിലാണ് വീഡിയോസ് കാണുന്നതെന്ന് അറിയാം. അപ്പോൾ ഒരു ലൈക്ക് തന്ന് ഫുൾ സ്ക്രീനായി തന്നെ കാണാൻ ശ്രമിക്കണേ. കാരണം അതിൻ്റേതായ ദൃശ്യഭംഗിയിൽ നിങ്ങൾക്ക് വീഡിയോസ് ആസ്വദിക്കാൻ സാധിക്കും. ഇവിടെ മുതൽ നമ്മുടെ BC റോഡ് അണ്ടർ പാസേജിന് മുന്ന് എത്തുന്നത് വരെ വർക്കുകൾ പൂർണ്ണമായിട്ടും ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ട് വാഹനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട്. നിലവിൽ ഈ ഭാഗത്ത് 3 വരിപ്പാത കൂടിയാണ് മാത്രമാണ് തുറന്നു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കാണുന്ന വലതു ഭാഗത്തുള്ള 3 വരിപ്പാത ഇനിയും തുറന്നു കൊടുത്തിട്ടില്ല. നമ്മുടെ ഇന്ദിരാനഗർ ഭാഗം മുതലാണ് പൂർണ്ണമായിട്ടും വാഹനങ്ങൾക്കായിട്ട് 6 വരിപ്പാത തുറന്നു കൊടുത്തിട്ടുള്ളത്. നിലവിൽ ഇരുവശത്തോട്ടും സർവീസ് റോഡ് കൂടി വാഹന ഗതാഗതം പോകുകയാണ്. ഇവിടെയൊക്കെ ലൈറ്റിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ മുതലാണ് നമ്മുടെ ULCCയുടെ വർക്ക് സ്റ്റാർട്ടാവുന്നത്. നമ്മളങ്ങനെ ഇന്ദിരാനഗർ ഭാഗത്തുള്ള ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മുതൽ നമ്മുടെ 4 മൈൽ വരെ സ്ട്രൈറ്റ് ആണ് കേട്ടോ റോഡ്. അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ നുള്ളിപ്പാടിയിലെ അണ്ടർ പാസേജിൻ്റെ അവസ്ഥ എന്തായെന്ന്. അപ്പോൾ കേസ് മാറ്റിവെച്ചിട്ടുണ്ട്. തിങ്കളാഴ്ചയാണ് അത് കേസിൻ്റെ വിധി വരിക. അപ്പോൾ എന്തായാലും അവിടെ അണ്ടർപാസ് വരാൻ സാധ്യത ഉണ്ടോയെന്ന് അറിയില്ല. എന്തായാലും അവിടെ വർക്കുകൾ കഴിഞ്ഞ് സെക്കൻഡ് ലെയർ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫൈനൽ ലെയർ ടാറിങ് മാത്രമാണ് ആ ഭാഗത്ത് ഇനി നടക്കാൻ ബാക്കിയുള്ളത്. ഇന്ദിരാനഗർ ഭാഗത്ത് ഇവിടെ ഇടത് ഭാഗത്തായിട്ട് ഒരു മെർജിങ് പോയിൻ്റ് ഉണ്ട്. നിലവിൽ ഇതാ നമ്മൾ കാണുന്ന കുറച്ച് ദൂരെയായിട്ട് കാണുന്ന വലതു ഭാഗത്തും മെർജിങ് പോയിന്റ് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ മുതൽ ഇരുവശത്തോട്ടും വാഹന ഗതാഗതത്തിനായിട്ട് പൂർണ്ണമായിട്ടും തുറന്നു കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ടും വർക്കുകൾ കഴിഞ്ഞതാണ്. നടപ്പാതയുടെ നിർമ്മാണവും ഈ ഭാഗങ്ങളിൽ നടന്നിട്ടുണ്ട്. എന്തായാലും ULCC മെയ് മാസത്തോടു കൂടി പൂർണ്ണമായിട്ടും ഈ ആദ്യത്തെ റീച്ച് കേരളത്തിലെ റീച്ച് തുറന്നു കൊടുക്കാൻ തയ്യാറെടുപ്പ് നടത്തുകയാണ്. അപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെയും 2ാമത്തെ റീച്ച് കോഴിക്കോട് ബൈപ്പാസ് റോഡും തുറന്നു കൊടുക്കാൻ തയ്യാറാക്കി നിൽക്കുകയാണ്. ആരായിരിക്കും ഈ കേരളത്തിൽ ഏറ്റവും പെട്ടെന്നായിട്ട് ആദ്യമായിട്ട് തുറന്നു കൊടുക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണുക തന്നെ വേണം. പിന്നെ പലർക്കുമുള്ള സംശയമാണ് നമ്മുടെ ഈ മെർജിങ് പോയിന്റിൽ എക്സിറ്റും എൻട്രിയും നടക്കുമോ ഉള്ളത്. എക്സിറ്റും എൻട്രിക്കും പ്രത്യേകം മെർജിങ് പോയിൻ്റാണ് ഉള്ളത്. എന്തായാലും അതൊക്കെ മാർക്കിംഗ് നടന്നു കഴിയുന്നതോടുകൂടി നമുക്ക് വ്യക്തമായിട്ട് അതിൻ്റെ ചിത്രം തെളിയുന്നതായിരിക്കും. നമ്മളങ്ങനെ പാണാർക്കുളം ഭാഗത്തുള്ള ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പാണാർക്കുളം കഴിഞ്ഞ് നമ്മുടെ 4 മൈൽ അണ്ടർ പാസേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് നേരത്തെ വർക്കുകൾ കഴിഞ്ഞതാണ് ഈ ഭാഗത്തൊക്കെ ആയിട്ട്. അപ്പോൾ നിലവിൽ ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. നടപ്പാതയുടെ നിർമ്മാണം പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുള്ള ഏരിയ കൂടിയാണ് നമ്മളെ ഈ ചെർക്കള മുതൽ കുറച്ച് ഭാഗങ്ങളിലായിട്ട്. എന്തായാലും അതിവേഗമാണ് ULCC കേരളത്തിലെ ഈ വർക്ക് നടത്തിക്കൊണ്ടു പോകുന്നത്. നമ്മുടെ ULCCയുടെ ആദ്യത്തെ നാഷണൽ ഹൈവേയുടെ വർക്കാണ് കേട്ടോ ഇവർ ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ളത്. എന്തായാലും കേരളത്തിലെ തന്നെ 2ാമത്തെ റീച്ചായ മേഘാ കമ്പനിയുടെ ചെങ്കള നീലേശ്വരം റീച്ചും നീലേശ്വരം നമ്മുടെ കുറ്റിക്കോൽ വരെയുള്ള റീച്ചും അത് 2 റീച്ചും ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടു പോകുന്നത് മേഘാ കമ്പനിയാണ്. ചെർക്കള മുതൽ ചട്ടഞ്ചാർ വരെയുള്ള ഭാഗങ്ങൾ വളരെ ദുഷ്കരമാണ് അവിടെ വർക്കുകൾ. എന്തായാലും നിലവിൽ മേഘാ കമ്പനിയുടെ വർക്ക് നല്ല രീതിയിൽ ഫാസ്റ്റായി തന്നെ മുമ്പോട്ട് പോകുകയാണ്. അപ്പോൾ 2ാമത്തെ റീച്ചിലും നല്ല രീതിയിൽ പുരോഗമനം നമുക്ക് ആ ഭാഗങ്ങളിൽ അവർ നടത്തിക്കൊണ്ട് പോവുകയാണ്. വളരെ സ്ലോ ആയിട്ട് പോകുന്നത് നമ്മുടെ വടകര ഭാഗത്തുള്ള വാഗാടിൻ്റെ വർക്കാണ്. അവിടെ നമുക്ക് അറിയാം വടകര ടൗണിലുള്ള ട്രാഫിക്കൊക്കെ ആ ഭാഗങ്ങളിൽ സഞ്ചരിച്ചവർക്ക് അറിയാൻ സാധിക്കുന്നതാണ്.
വളരെ മെല്ലെ പോക്കാണ് വാഗാട് കമ്പനി അവിടെ വർക്കുകൾ നടത്തിക്കൊണ്ട് പോകുന്നത്. ഇങ്ങനെ പോയാൽ എന്തായാലും ഒരു 2 വർഷം എടുക്കും അവരുടെ വർക്കുകൾ തീരാൻ വേണ്ടിയിട്ട്. നമ്മളങ്ങനെ 4 മൈൽ കഴിഞ്ഞ് സന്തോഷ് നഗർ ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വലതു ഭാഗത്തായിട്ടൊരു മെർജിങ് പോയിന്റ് ഉണ്ട്. സന്തോഷ് നഗർ ഭാഗത്തും ചെറിയൊരു ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജാണ് അനുവദിച്ചിട്ടുള്ളത്. ഈ ഭാഗത്തും സമരം നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ സമരം നടത്തിയിട്ട് അവർ അണ്ടർ പാസേജ് അനുവദിച്ചിട്ടുണ്ട്. അവസാന ഘട്ടങ്ങൾ സമരം നടത്തിയ ഭാഗത്ത് മാത്രമാണ് അണ്ടർ പാസേജ് അനുവദിക്കാത്തത്. എന്തായാലും റോഡിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം അണ്ടർ പാസേജ് അനുവദിക്കുക എന്ന് പറയുന്നത് ദുഷ്കരമായ പ്രവൃത്തിയാണ്. കാരണം ഇവരൊക്കെ നല്ല രീതിയിൽ അലൈൻമെൻറ്റ് ചെയ്തിട്ടാണ് റോഡ് നിർമ്മിക്കുക. അപ്പോൾ ഈ ഭാഗത്ത് മുറിച്ച് കൊടുത്താൽ എളുപ്പമാകില്ലേ എന്നൊക്കെ നമുക്ക് ചോദ്യങ്ങൾ ഉയരാം. പക്ഷേ അതിൻ്റെ അലൈൻമെൻറ്റ് പോകുമെന്നാണ് നമ്മൾ ഈ ബന്ധപ്പെട്ടവരെന്ന് അറിയാൻ കഴിഞ്ഞത്. നമ്മൾ പാണലം ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പാണലത്ത് ഇടത് ഭാഗത്തായിട്ടൊരു മെർജിങ് പോയിന്റ് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പാണലം കഴിഞ്ഞ് നായ്മാറമൂല ഭാഗത്ത് അവർ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് പെട്ടെന്നാണ് പണികൾ പൂർത്തീകരിച്ച് ULCC ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇനിയും അവസാന ടാറിംഗ് പ്രവൃത്തികൾ നടക്കാൻ ബാക്കിയുണ്ട് കുറച്ച് ഭാഗങ്ങളിലായിട്ട്. അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നടപ്പാതയുടെ നിർമ്മാണം കൂടാതെ കഴിഞ്ഞതായി നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇനി നമ്മുടെ BC റോഡ് മുതൽ നമ്മുടെ വിദ്യാനഗർ അണ്ടർ പാസേജ് വരെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തുള്ള മണ്ണടിച്ച് ഉയർത്തിയിട്ടുള്ള ഭാഗത്ത് നിലവിലിപ്പോൾ വെറ്റ് മിക്സിൻ്റെ വർക്ക് നടക്കുകയാണ്. ആ ഭാഗത്ത് മാത്രമാണ് വർക്ക് പെൻഡിങ് ആയിട്ടുള്ളത്. ബാക്കി നമ്മളെ നുള്ളിപ്പാടി വരെ ഏകദേശം വർക്ക് ടാറിംഗ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്ത് മാത്രമാണ് ഇനി അവസാന ടാറിംഗ് പ്രവൃത്തികൾ നടക്കാൻ ബാക്കിയുള്ളത്. അപ്പോൾ പല സ്ഥലത്തും ഇവർ അവസാന ടാറിംഗ് പ്രവൃത്തികൾ നടത്തിക്കൊണ്ട് പോവുകയാണ്. നമ്മളെ നുള്ളിപ്പാടി കഴിഞ്ഞ് പുതിയ ബസ് സ്റ്റാൻഡ് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തും നിലവിൽ അവർ സെക്കൻഡ് ലെയർ ടാറിംഗ് നടത്തിയിട്ടുണ്ട്. അവിടെ സമരങ്ങൾ നടക്കുന്നതിനാലാണ് ആ വർക്ക് പെൻഡിങ് ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡ് മേൽപ്പാലത്തിൻ്റെ വർക്കും നിലവിൽ അവസാന ഘട്ടത്തിൽ നടക്കുകയാണ്. ആ ഭാഗത്തായിട്ട് വാട്ടർ പ്രൂഫിങ്ങിൻ്റെ വർക്ക് നടക്കുകയാണ്. ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ പുതിയ ബസ് സ്റ്റാൻഡ് മുകളിലായിട്ട് ഏകദേശം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. കൂടാതെ കോൺക്രീറ്റ് വർക്കുകളും നടക്കുന്നുണ്ട്. എന്തായാലും ഏകദേശം ഒരു 1.5 മാസം കഴിയും ആ ഭാഗങ്ങൾ പൂർണ്ണമായിട്ടും പുതിയ ബസ് സ്റ്റാൻഡ് മേൽപ്പാലം തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളങ്ങനെ നായ്മാറ മൂല അണ്ടർ പാസേജ് ഭാഗത്ത് എത്തിയിട്ടുണ്ട്. നായ്മാറ മൂലയിലും സമരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അണ്ടർ പാസേജിൻ്റെ വർക്ക് കഴിഞ്ഞ് വാഹന ഗതാഗതത്തിനായിട്ട് നേരത്തെ തുറന്ന് കൊടുത്ത ഏരിയയാണ്. നായ്മാറുമല കഴിഞ്ഞ് നമ്മൾ BC റോഡ് ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. BC റോഡിൽ ഈ ഭാഗത്തൊക്കെ ടാറിംഗ് പ്രവൃത്തികൾ ഇനിയും അവസാന ടാറിംഗ് പ്രവൃത്തികൾ നടക്കാൻ ബാക്കിയുണ്ട്. ഇതുവരെ റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ 2 വശത്തായിട്ടും മെർജിങ് പോയിന്റ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ BC റോഡ് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഈ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നിലവിൽ വെറ്റ് മിക്സ് അടിച്ചിട്ട് കൊണ്ട് പോകുന്നത്. എന്തായാലും നല്ല രീതിയിൽ വർക്ക് പുരോഗതി നമുക്ക് ഈ ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. 2 വശത്തായിട്ടും സർവീസോട് കൂടിയ വാഹനങ്ങൾ നേരത്തെ കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടേക്ക് ഇനി നടപ്പാതയുടെ നിർമ്മാണം ചിലയിടങ്ങളിൽ നടക്കാൻ ബാക്കിയുണ്ട്. മുകളിലായിട്ട് ഇപ്പോൾ വെറ്റ് മിക്സിൻ്റെ വർക്ക് നടക്കുകയാണ്. അപ്പോൾ അതിവേഗമാണ് ഇവിടെ വർക്ക് നടത്തിക്കൊണ്ട് പോകുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ എലിമിനേഷൻ ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ടാറിംഗ് പ്രവൃത്തികൾ തുടങ്ങാൻ ബാക്കിയുള്ളത്.
നിലവിൽ നമ്മുടെ വിദ്യാനഗർ അണ്ടർപാസേജിന് മുകളിലായിട്ട് ഇവർ ജോയിൻറ്റിങ് വർക്കാണ് നടത്തുന്നത്. നമ്മളെ പാലവും നമ്മളെ അപ്രോച്ച് റോഡും തമ്മിലുള്ള ജോയിൻറ്റിങ് വർക്കാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പാലത്തിന് താഴെയായിട്ട് വാഹനഗതാഗതത്തിന് നേരത്തെ തുറന്നു കൊടുത്തതാണ്. 2 സ്പാനോട് കൂടിയ അത്യാവശ്യം നല്ല വലിപ്പമുള്ള അണ്ടർ പാസേജാണ് വിദ്യാനഗറിൽ അനുവദിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികൾ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം കഴിഞ്ഞതായി നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ലൈറ്റിങ്ങിൻ്റെ വർക്കും നടന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഭാഗങ്ങളിലായിട്ട് ഇടവിട്ടിട്ട് ലൈറ്റിങ്ങിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ട് തുറന്നു കൊടുത്തിട്ടുള്ള ഫുട് ഓവർ ബ്രിഡ്ജ് നമ്മുടെ വിദ്യാനഗർ ഗവൺമെൻറ് കോളേജിൻ്റെ മുൻവശത്തുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കൂടി വയസ്സുള്ള ആളുകൾ കയറി നടക്കുമ്പോൾ തല കറങ്ങുന്നതായി നമ്മുടെ ഒരു പ്രേക്ഷകൻ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 സൈഡിലായിട്ട് ഇതിന് രക്ഷാ കവചം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. കുട്ടികളും മുതിർന്നവരൊക്കെ പോകുമ്പോൾ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടെന്ന് കമൻറ്റുകൾ കാണുന്നു. പലരും ആ പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. വിദ്യാനഗർ കഴിഞ്ഞ് നമ്മൾ താഴോട്ട് പോകുമ്പോൾ വിദ്യാനഗർ കുറച്ച് ഉയരമുള്ള പ്രദേശമായിരുന്നു. മണ്ടിച്ച് താഴ്ന്നിട്ടാണ് ഇവിടെ 6 വരി പാത വരുന്നത്. 2 ഭാഗത്തായിട്ടും സർവീസ് റോഡ് കുറച്ച് ഉയരത്തിലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഓവർപാസ്സാണ് പലയിടങ്ങളിലും. നമ്മൾ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഓവർപാസ് അനുവദിച്ചതായി നമുക്ക് കാണാൻ കഴിഞ്ഞത്, കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ റീച്ചിൽ 2 ഓവർപാസ്സാണ് വരുന്നത്. നമ്മുടെ ബന്ദിയോടും നമ്മുടെ വസ്തങ്കടി ഭാഗത്തും. അവിടെ വർക്കുകൾ നേരത്തെ കഴിഞ്ഞ് അതിവേഗം അതിൻ്റെ താഴെയുള്ള വർക്കുകൾ മാത്രമാണ് ഇനി പുരോഗമിക്കാൻ ബാക്കിയുള്ളത്. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ പോകുന്നത് വിദ്യാനഗർ കഴിഞ്ഞ് അണങ്കൂർ ഭാഗത്തോട്ടാണ് കേട്ടോ. ഇവിടെയൊക്കെ ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. കൂടാതെ നടപ്പാതയുടെ നിർമ്മാണം ഇവിടെ ചിലയിടങ്ങളിൽ നടക്കാൻ ബാക്കിയുണ്ട്. നടപ്പാതയുടെ നിർമ്മാണം മാത്രമാണ് ഇനി പെൻഡിങ് ആയിട്ടുള്ളത്. ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു മെർജിങ് പോയിൻ്റ് വരുന്നുണ്ട്. വലത് ഭാഗത്തായിട്ടും കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇടത് ഭാഗത്തായിട്ടും മെർജിങ് പോയിന്റ് കാണാൻ സാധിക്കും. നിലവിലിപ്പോൾ ഇവിടെ 3 വരിപ്പാത കൂടി മാത്രമാണ് വാഹനഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുള്ളത്. നമ്മളെ നുള്ളിപ്പാടി ഭാഗം അവിടെ ടാറിംഗ് പ്രവൃത്തികൾ നടക്കുന്നതാണ്. അവിടെ നേരത്തെ ഒരു ഭാഗത്ത് ചെറിയൊരു മെർജിങ് പോയിന്റ് പോലെ ഭാഗം തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. നിലവിൽ അത് താൽക്കാലികമായ മാത്രമാണ് ഇവിടെ തുറന്നിട്ടുള്ളത് കേട്ടോ. നിലവിൽ ക്ലോസ് ചെയ്യുന്ന വർക്കാണ്. ആ ഭാഗത്ത് ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് നടക്കുകയാണ്. നമ്മുടെ അണങ്കൂറിൽ ചെറിയൊരു അടിപ്പാതയാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. എന്തായാലും നമ്മുടെ നുള്ളിപ്പാടി ഭാഗത്തോട്ട് പോകാൻ വേണ്ടി ഇവിടെ മുതൽ യു ടേൺ അടിച്ച് വേണം തിരിഞ്ഞു പോകാൻ വേണ്ടി. ഇവിടെ കയറ്റിറക്കുള്ള സ്ഥലമായിരുന്നു, കുന്നുപോലെയുള്ള സ്ഥലമായിരുന്നു. മണ്ണെടുത്ത് താഴ്ന്നിട്ടാണ് ഈ 6 വരിപ്പാത വരുന്നത്. 2 ഭാഗത്തായിട്ടും സർവീസ് റോഡ് കുറച്ച് ഉയരത്തിലാണ് കേട്ടോ വരുന്നത്. നിലവിൽ ഇപ്പോൾ 3 വരിപ്പാതയിൽ കൂടിയും സർവീസ് റോഡ് കൂടി മാത്രമാണ് വാഹനഗതാഗതത്തിനായിട്ട് തുറന്ന് കൊടുത്തിട്ടുള്ളത്. എന്തായാലും നമ്മുടെ നുള്ളിപ്പാടി ഭാഗത്ത് നിലവിൽ ടാറിംഗ് പ്രവൃത്തികൾ തുടങ്ങിയിട്ടുണ്ട്.
നമ്മുടെ നുള്ളിപ്പാടി എത്തുന്നതിന് തൊട്ട് മുമ്പിലായിട്ട് ഇവിടെ ഇടതുഭാഗത്തായിട്ടൊരു മെർജിങ് പോയിന്റ് കാണാൻ സാധിക്കും. ഇവിടെ മുതൽ റോഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. നേരത്തെ ഈ ഭാഗത്ത് താൽക്കാലികമായിട്ട് റോഡിൻ്റെ ഇരുവശത്തോട്ടും കടക്കാൻ വേണ്ടിയിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ നുള്ളിപ്പാടി ഭാഗത്ത്. എന്തായാലും ഇവിടെ മുതൽ റോഡ് പൂർണ്ണമായിട്ടും ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ടാറിംഗ് പ്രവൃത്തികൾ നമ്മളെ നുള്ളിപ്പാടി ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ ഭാഗങ്ങളിലായിരുന്നു അണ്ടർ പാസേജ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരങ്ങൾ നടന്നിട്ടുള്ളത്. അതിൻ്റെ വിധി എന്തായെന്ന് ഒരു സുഹൃത്ത് ഇവിടെ കമൻ്റ് ഇട്ടിട്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. എന്തായാലും തിങ്കളാഴ്ചയാണ് അതിൻ്റെ വിധി വരിക. ഒരു അണ്ടർ പാസേജ് വരുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണുക തന്നെ വേണം. പല ആളുകളെയും ചോദിക്കുന്നുണ്ടായിരുന്നു ഇവർക്ക് നേരത്തെ സമരം ചെയ്തൂടെ, അപ്പോൾ ആവശ്യങ്ങൾ ഉന്നയിച്ചൂടെ എന്ന്. അപ്പോൾ ഇവിടുത്തെ ആളുകൾക്ക് അതിനെപ്പറ്റി കറക്റ്റായ ധാരണ ഇല്ലായിരുന്നു എന്ന് വേണം കരുതാൻ. അവർ വിചാരിച്ചത് നമ്മളെ നുള്ളിപ്പാടി കുറച്ചുകൂടി അണ്ടർ പാസേജ് ഈ നുള്ളിപ്പാടി ഭാഗത്തോട്ടും എത്തുമെന്നാണ്. നമ്മുടെ ഈ നാഷണൽ റേഡിയോ ഇലക്ട്രോണിക്സ് വരെ മാത്രമാണ് നിലവിലിപ്പോൾ നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് മേൽപ്പാലം വരുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ നുള്ളിപ്പാടിയിൽ ഒരു അണ്ടർ പാസേജ് അത്യാവശ്യമായിരുന്നു. അപ്പോൾ നിലവിൽ ഈ അണ്ടർ പാസേജ് വരുമ്പോൾ റോഡ് ജസ്റ്റ് ഒന്ന് മുറിച്ച് കൊടുത്താൽ പോരെ എന്നൊരു ചോദ്യം നമുക്ക് ഉന്നയിക്കാം. പക്ഷേ ഇവർ ഈ അലൈൻമെൻറ്റ് തെറ്റുമെന്നാണ് നമ്മൾ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും കിട്ടിയ വിവരം. എന്തായാലും ഈ ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നിലവിൽ തുടങ്ങിയിട്ടുണ്ട്. രണ്ട് ഭാഗത്തായിട്ടും ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട്. സെൻറ്റർ ഡിവൈഡറിൻ്റെ വർക്ക് വിഭാഗങ്ങളിൽ നടന്നിട്ടുണ്ട്. നമ്മുടെ ഈ മേൽപ്പാലത്തിന് മുകളിലായിട്ട് നിലവിൽ കോൺക്രീറ്റ് വർക്കുകൾ നടക്കുന്ന ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. എന്തായാലും ഒരു 1.5 മാസത്തിന് ശേഷം പൂർണ്ണമായിട്ടും ഇവിടെയൊക്കെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ട് ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മളെല്ലാവരും ഈ ഒറ്റത്തൂണിലുള്ള 6 വരി പാതയിൽ കൂടി വാഹനങ്ങൾ കടന്നു പോകുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കല്ലേ. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ള സുഹൃത്തുക്കൾ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.